നരേന്ദ്രമോദി സർക്കാരിന്റെ മറ്റൊരു നേട്ടത്തിലേക്ക് കണ്ടെയ്നർ ഡ്വൽ ടൈം എന്ന് വെച്ചാൽ എന്താണ്? വിമാനത്താവളങ്ങളിൽ നിന്നോ തുറമുഖങ്ങളിൽ നിന്നോ ചരക്കെടുക്കാൻ കണ്ടെയ്നറുകൾക്ക് അവിടങ്ങളിൽ കിടക്കേണ്ട സമയം, വെയിറ്റ് ചെയ്യേണ്ട സമയം, അതാണ് കണ്ടെയ്നർ ഡ്വൽ ടൈം എന്ന് പറയുന്നത്. അത് ഭാരതത്തിൽ വെറും 3 ദിവസമാണ് എന്ന് പറയുമ്പോൾ നാം നന്ദി പറയേണ്ടത് പ്രധാനമന്ത്രി കൊണ്ടുവന്ന പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയോടാണ്. വിമാനത്താവളങ്ങളിൽ നിന്നോ തുറമുഖങ്ങളിൽ നിന്നോ ചരക്കെടുക്കാൻ കണ്ടെയ്നറുകൾക്ക് അവിടങ്ങളിൽ കിടക്കേണ്ട സമയം ഭാരതത്തിൽ ശരാശരി 3 ദിവസം മാത്രമാണ് ഇപ്പോൾ. ഇത് UAE-യിലും ദക്ഷിണാഫ്രിക്കയിലും 4 ദിവസവും അമേരിക്കയിൽ 7 ദിവസവും ജർമ്മനിയിൽ 10 ദിവസവുമാണ്. റോഡുകളും റെയിൽവേയും തുറമുഖങ്ങളും വിമാനത്താവളങ്ങളും ജലപാതകളും യാത്രാ ചരക്ക് കടത്ത് സൗകര്യങ്ങളും വികസിപ്പിക്കാൻ 2021 ഒക്ടോബറിൽ മോദി സർക്കാർ കൊണ്ടുവന്നതാണ് പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതി. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതി ഭാരതത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വലിയ മാറ്റമാണ് വരുത്തുന്നത് എന്ന് പ്രമുഖ സാമ്പത്തിക കാര്യ സ്ഥാപനമായ മോർഗൻ സ്റ്റാൻലി. ഇന്ത്യയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിച്ച പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതി വൻ വിജയമാണ് കൈവരിക്കുന്നത്. 10 വർഷം കൊണ്ട് ഭാരതത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അതിശക്തമായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പദ്ധതിയുടെ ഫലമായി അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ നിക്ഷേപങ്ങൾ കൂടി വരികയാണ്. കൂടാതെ മികച്ച ഉൽപാദനക്ഷമതയോടെയാണ് പദ്ധതി മുന്നേറുന്നത് എന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2024 മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 5.3% വർധനമാണ് ഉണ്ടായത്. 2029 ഇത് 6.5% ഉയരും. അതിന്റെ ഫലമായി അടിസ്ഥാന സൗകര്യങ്ങൾ 15.3% വളരും. വരുന്ന 5 വർഷം കൊണ്ട് $1.45 ട്രില്യൺ ആകും ഭാരതം ഈ രംഗത്ത് ചിലവിടുക. ഇത് ഉയർന്ന ഉൽപാദന വളർച്ചയുടെ സുസ്ഥിര കാലയളവിലേക്ക് നയിക്കും എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കേന്ദ്ര ബജറ്റിൽ PM ഗതിശക്തി പദ്ധതിക്ക് കീഴിൽ ഒട്ടേറെ പദ്ധതികളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. ഭാരതത്തിന്റെ 25 വർഷത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തിയത്. എന്താണ് പദ്ധതി? പദ്ധതിക്ക് കീഴിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചുരുക്കി പറയാം. ദേശീയപാത വികസനത്തിന് കൂടുതൽ തുക വകയിരുത്തി 25,000 കിലോമീറ്റർ ദേശീയപാത വികസിപ്പിച്ചു. ഡിജിറ്റൽ പരിതസ്ഥിതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക ദേശ് ഈ പോർട്ടൽ ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. 2023 സാമ്പത്തിക വർഷത്തിൽ 4 മൾട്ടി മോഡൽ ദേശീയ പാർക്കുകൾക്ക് കരാറുകൾ നൽകും. കാർഷികോൽപ്പന്നങ്ങളുടെ ഉൾപ്പെട്ട ചരക്ക് നീക്കത്തിന് റെയിൽവേ സംവിധാനം കാര്യക്ഷമമാക്കുമെന്നതായിരുന്നു മറ്റൊന്ന്. 400 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകൾ, എക്സ്പ്രസ് വേകൾക്കായുള്ള മാസ്റ്റർ പ്ലാൻ സാമ്പത്തിക വർഷത്തിൽ രൂപീകരിക്കുമെന്നതായിരുന്നു മറ്റൊന്ന്. അടുത്ത 3 വർഷത്തിനുള്ളിൽ 100 PM ഗതിശക്തി ടെർമിനലുകൾ സ്ഥാപിക്കും. രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസനം തന്നെയാണ് ഇതിനെല്ലാം ലക്ഷ്യം. പ്രധാനമന്ത്രി തുടക്കമിട്ട പദ്ധതിയാണ് PM ഗതിശക്തി. റെയിൽവേ, റോഡ് ഗതാഗതം തുടങ്ങിയ വിവിധ മേഖലകളെ കൂട്ടിയിണക്കിയുള്ള മൾട്ടി മോഡൽ കണക്ടിവിറ്റി തന്നെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ജനങ്ങളുടെ യാത്രാ സമയം കുറയ്ക്കാൻ സഹായകരമായ ഗതാഗത വികസനം തന്നെയാണ് ലക്ഷ്യം. എന്തായാലും ഈ പോർട്ടുകളുടെ വികസനം തുടങ്ങിയ അനുബന്ധ മേഖലകളുടെ വികസനവും പദ്ധതിയുടെ ലക്ഷ്യത്തിലുണ്ട്. വിവിധ മന്ത്രാലയങ്ങളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ ഗതിശക്തി വഴി സംയോജിപ്പിക്കും. ടെക്സ്റ്റൈൽ ക്ലസ്റ്ററുകൾ, ഫാർമസ്യൂട്ടിക്കൽ ക്ലസ്റ്ററുകൾ, പ്രതിരോധ ഇടനാഴികൾ, ഇലക്ട്രോണിക് പാർക്കുകൾ, വ്യാവസായിക ഇടനാഴികൾ, മത്സ്യബന്ധന ഇടനാഴികൾ ഇതൊക്കെ സ്ഥാപിക്കുന്നതിനും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി കാര്യക്ഷമമാക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം. എന്തായാലും നമ്മുടെ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം എന്ന് തന്നെയല്ല, ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് പ്രധാനമായും അവിടുത്തെ ഗതാഗത സൗകര്യങ്ങളുടെ പുരോഗതിയെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു മേഖല നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഭാരതം കൈവരിച്ച നേട്ടങ്ങൾ ചില്ലറയല്ല. ആ ഒരു നേട്ടത്തിന് പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിക്ക് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിക്ക് തന്നെയാണ് ഇതിന്റെ സകല നന്ദിയും നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.